ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. നിങ്ങളുടെ സ്നേഹിതരോടും സൂക്ഷിക്കാൻ പറയൂ. ഈ സമയത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ എന്നെ അറിയിക്കുക. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ഗുരുക്കളെ. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചതും അങ്ങ് തന്നെയാണല്ലോ. അങ്ങാണ് എന്റെ എല്ലാം. അനുഗ്രഹിച്ചാലും ഗുരുക്കളെ. വിജയ് ഭവ. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി എന്ത് ചെയ്യും ഗുരുദേവ? ഈ അവസാന മാർഗം വഴിയും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാം എന്ത് ചെയ്യും ഗുരുദേവ? അതല്ലാതെ നമുക്ക് മറ്റൊരു മാർഗവുമില്ലേ? ഇല്ല ശിവാനി, നിന്റെ മുൻപോട്ടുള്ള പ്രയാണം ഇനിയും കഠിനമായിരിക്കും. നീ തന്നെ നിന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അവരിൽ ആരാണ് നിന്റെ ആദിശേഷൻ എന്നുള്ള കാര്യം അവരുടെ സ്വഭാവ സവിശേഷതകളിൽ നിന്നും നീ കണ്ടെത്തണം. അതിന് ഞാൻ എന്തൊക്കെ കഷ്ടത അനുഭവിച്ചു. ഇനി നമ്മുടെ മുന്നിൽ അധികം സമയവുമില്ല. മുന്നോട്ടുള്ള വഴി എന്താണെന്ന് അറിയാതെ പോവുകയാണെങ്കിൽ. അതെ, ഇനി മുന്നോട്ടുള്ള വഴികൾ വളരെ പ്രയാസകരമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള ഭാവി എന്തായിരിക്കും? എന്റെ ആദിശേഷൻ ആരാണെന്ന് ഇനിയും അറിയാതിരുന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഇല്ല, ആ രണ്ടുപേരിൽ ആരാണ് എന്റെ ആദിശേഷൻ എന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. നമ്മളോട് ചെയ്ത അന്യായത്തിന് എനിക്ക് പ്രതികാരം ചെയ്തേ മതിയാകും. ഉണ്ടാവില്ല, വെറുതെ ടെൻഷൻ ആവല്ലേ? അതൊന്നും അല്ലടാ. വീട്ടിൽ പാമ്പിനെ കണ്ട കാര്യമൊക്കെ ഓർത്തിട്ട് എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുക. പാമ്പിനെ കുറിച്ച് ഓർത്ത് ചേച്ചി ഇതിന് ടെൻഷൻ ആവുന്നേ? അമ്മയോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയിക്കായിരുന്നു. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് അമ്മയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ. എനിക്ക് പാമ്പെന്ന് പറഞ്ഞ തന്നെ അറപ്പാ. വെറുതെ എന്തിനാ അമ്മയെ വിളിക്കുന്നേ? അമ്മ എന്തായാലും വീട്ടിലില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ആ ജോത്സരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്താ പ്രശ്നം നോക്കിയേക്കാം. അത് ശരിയായ ഒരു കാര്യവും. എന്താണ് ഇങ്ങനെ? എടാ, നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഞാൻ എത്ര കുടിച്ചാലും ശരി പറഞ്ഞ ഒരു കാര്യവും ഞാൻ മറന്നു പോകാറില്ല. ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായിടാ. എടാ, എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞാലും ചടപടയെന്ന് ചെയ്തിരുന്ന നീ ഇങ്ങനെ ഇത്ര നിസ്സാരമായ കാര്യം എനിക്ക് വേണ്ടി എന്താടാ ചെയ്തു തരാത്ത? അത് കൊച്ചുമുതലാളി കുറച്ച് സമയം കൊടുത്താ എത്രയും പെട്ടെന്ന് ചെയ്യാം. ടൈം വേണം തൃശ്ശൂർ. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എന്റെ ദൗത്യം ഞാൻ തീർത്തേ പറ്റൂ. എടാ, ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? തൃശ്ശൂർ എടാ, നീ പാമ്പ്. ഒന്നും സംഭവിച്ചില്ല. ദൈവമേ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയോ? അങ്ങനെയെങ്കിൽ സത്യം എന്താണ്? ത്രിവിക്രമനാണോ ആദിശേഷൻ? അതോ തൃശ്ശൂലാണോ ആദിശേഷൻ? വീട്ടിലിരുന്ന് അത് പറ്റുമോ? ബിസിനസ് എനിക്കും ഇല്ലേ സാമ്പശിവ?
എന്ന് വെച്ച് ഞാൻ എന്തിനാ നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയത് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ നാഗമാണിക്യം സ്വന്തമാക്കിയെന്നും എനിക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഗുരുക്കൾ എന്തോ ഒരു പുതിയ മാർഗം കണ്ടുപിടിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുവരെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. തൃശ്ശൂല് അവിടെ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഒരുപക്ഷെ ആ ശക്തിയാണ് എന്നെ രക്ഷിച്ചതെങ്കിലോ? നോക്കു ശിവാനി, നിന്റെ മനസ്സിൽ തൃശൂൽ ഒരു അയ്യോഭാവമാണെന്നുള്ളൊരു മനോഭാവമുണ്ട്. അതൊക്കെ മറന്നേക്കൂ. ആലോചിക്കാൻ ഒന്നുമില്ല. നോക്കൂ, വിഷപ്രയോഗം നടത്തിയിട്ടും രക്ഷപ്പെട്ടെങ്കിൽ ത്രിവിക്രമൻ തന്നെയല്ലേ ആദിശേഷൻ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദയവേത് തൃശൂലിനെ വിട്ടിട്ട് നിന്റെ പ്രണയം ത്രിവിക്രമനെ അറിയിക്കാൻ നോക്കൂ. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് തീരുമാനിക്കൂ. എന്നോട് സംസാരിച്ചു എന്ന് വിചാരിച്ചിരിക്കുക. ഇനിയിപ്പം ഞാനല്ലാന്ന് പറഞ്ഞാലും ശരിയാവില്ലല്ലോ. എന്താടാ നീ ഒന്നും മിണ്ടാത്ത? അത് ഒന്നുമില്ലേ ബോസ്. അതായത് അത് തന്നെ ശരി. അത് ഇന്നലത്തെ എന്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് മറന്നുപോയതാ. ഇല്ലടാ, ഇറ്റ്സ് ഓക്കെ. നിന്നെ പോലെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടല്ലോ, അത് മതി എനിക്ക്. എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്നെ ജഡ്ജ് ചെയ്യാറേയില്ല. അതിലാണ് നമുക്ക് വേണ്ടത്. ഉറപ്പായിട്ടും കൊച്ചുമുതലാളി. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു താങ്ക്സ് പറയുന്നത് ഞാൻ വന്നേ. ചെയ്ത കാര്യത്തിലല്ല, ദൈവത്തിനായി ചെയ്യേണ്ടിയിരുന്ന കാര്യത്തിൽ പിഴവ് സംഭവിച്ചു. എന്നുവെച്ചാ നിങ്ങളുടെ മകന്റെ ഗ്രഹനില നോക്കുമ്പോൾ ഏതോ ഒരു ദേവന്റെ ദോഷം അവന്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. മുമ്പ് ഏതോ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ തുടങ്ങിവെച്ചൊരു കാര്യം ഇതുവരെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. കഷ്ടകാലത്തിൽ ദൈവങ്ങളിൽ മാത്രം അഭയം തേടുന്ന മനുഷ്യർ നല്ല കാലത്തത് മറക്കുന്നു. അതായത് ആ പാപത്തിന്റെ ഭാരം ഇപ്പോൾ ആ വ്യക്തിയെ തേടി വന്നിരിക്കുന്നു. ഈ വീടിനെ സംബന്ധിച്ചും അത് തന്നെ. ആദ്യം ആ മുടങ്ങിയ കാര്യം പൂർത്തീകരിക്കുക, പിന്നെ വഴിയെല്ലാം ശരിയായി. പെൺകുട്ടിയെ കണ്ടുപിടിക്കുക. ആ പെൺകുട്ടി എങ്ങനെയിരിക്കും? ഒന്ന് നോക്കി പറയാൻ പറ്റുമോ സ്വാമികളെ? ആ കുട്ടി എന്റെ മകനെ നന്നായി സ്നേഹിക്കൂ. ആരാണവള്? ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക എന്ന് പറയുന്നത് പോലെ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക, എന്നിട്ട് നോക്കാം എന്താ പരിഹാരമെന്ന്. മനസ്സിലായോ? അതായത് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം നിങ്ങൾ ചെയ്യുക, ബാക്കിയെല്ലാം അതിൻ്റെതായ രീതിയിൽ നടന്നോളൂ. നന്നായി വരട്ടെ. എത്രയും പെട്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പാവം ബിസി ആയിരിക്കുന്ന തോന്നുന്നു. ഞാനാണെങ്കി ചുമ്മാ നിർത്താതെ ഇങ്ങനെ കോൾ ചെയ്തോണ്ടേയിരിക്കുക. നാളെ വിളിക്കാം. അവള് ശരിക്കും എന്റെ പെണ്ണ് തന്നെയാണെന്നുണ്ടെങ്കിൽ അവളെ എനിക്ക് ഉറപ്പായിട്ടും കിട്ടും. അത് തടുക്കാനായിട്ട് ഇനി ആര് നോക്കിയാലും നടക്കില്ല. നിൽക്കുന്ന നീ ആരാണ്? നിന്റെ മനസ്സിൽ എന്താണ്? അതുപോലെ ഞാൻ ആര്? എന്റെ മനസ്സിൽ എന്ത്? ഒന്നും നമുക്കറിയില്ല അല്ലേ? അയ്യോ, പിന്നെ ഫിലോസഫി കൂടി വരാണല്ലോ. ഈ ബൈക്കിനൊക്കെ നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ഉണ്ടാവാറില്ലേ? അതുപോലെ വല്ലതുമാണോ? സാരമില്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല തൃശൂൽ, ചെയ്യേണ്ട കാര്യമാണ്. വാ, നമുക്ക് ഇറങ്ങാം. എന്തെങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അത് നമ്മളിപ്പോ പോകുന്നില്ല. നീ അകത്തേക്ക് വെക്കാം. എന്ത് പറ്റി ഇപ്പോ? എന്ത് പറ്റിയെന്ന് അറിയണോ നിർബന്ധമാണോ? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ?
നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനാണോ? ദമയന്തി, നിന്നോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാനൊന്നും എനിക്കിപ്പോ സമയമില്ല. നമ്മുടെ തൃശ്ശൂരിനെ പാമ്പ് കടിച്ചു. ത്രിവിക്രമൻ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ അങ്ങോട്ട് പോവാ. അയ്യോ, ആണോ? നമുക്ക് പാർട്ടിയിൽ നിന്ന് മുഖം കാണിച്ചിട്ട് ആ വഴി പോകാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എന്നാ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് വാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോന്നേ? അറിയാം, പക്ഷെ ചേച്ചി പുറത്ത് കാണിക്കുന്നില്ല. സത്യം പറഞ്ഞാലേ നീ ക്ഷമയുടെ ദേവതയാണ് ചേച്ചി, ത്യാഗി. ഞാൻ എന്ത് ചെയ്യാന്? എന്നെ കൊണ്ടതിന് അറിയാം ചേച്ചി, അറിയാം. എന്റെ അളിയനെ വീട്ടുകാരെക്കാളും അന്യരോടാ താല്പര്യം. അല്ല, പാമ്പ് കടിച്ചത് ജോലിക്കാരന്റെ മോനെയല്ലേ? സ്വന്തം ഭാര്യ ഇവിടെ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നിട്ടും അതിന് യാതൊരു വിലയും കൊടുക്കാതെ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ? ഇതാ ചേച്ചി എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഈയിടെയായിട്ട് എന്റെ അളിയനെ സ്വന്തക്കാരാരോ അന്യരാരെന്നുള്ളത് മറന്നു പോകുന്ന പോലുണ്ട്. സ്വന്തം മോനെ പാമ്പ് കടിച്ചു കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ കൊണ്ട് ഓടിയത്. ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ വീട്ടു ജോലിക്കാര് പറഞ്ഞു നിങ്ങളുടെ മകനെ പാമ്പ് കടിച്ചെന്ന് കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൻ രക്ഷപ്പെടുന്ന കാര്യം കഷ്ടമെന്ന് ഡോക്ടർ പറഞ്ഞത് മോളെ. അയ്യോ, കരയല്ലേ അമ്മേ, കരയല്ലേ. ഏത് ഹോസ്പിറ്റലാ ഉള്ളത്? അത് സാംബശിവ ഹോസ്പിറ്റല് മോളെ. ശരി അമ്മേ, വിഷമിക്കല്ലേ. പിന്നെ ഒരു കാര്യം, അവന്റെ ഒരു നിയോഗം ഇനി ഈ ഭൂമിയിൽ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിജീവിക്കും. അങ്ങനെയല്ലെങ്കിൽ നീയും ഞാനും എത്രത്തോളം പരിശ്രമിച്ചാലും നോ യൂസ്. നിന്റെ വിശ്വാസമില്ലാത്ത ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട. തൃശ്ശൂലിന്റെ ജീവൻ രക്ഷിക്കണം, എനിക്കത് മാത്രമാ വേണ്ടത്. അത് നിനക്ക് പറ്റുമോ ഇല്ലയോ എന്ന് പറ. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോളാം. ആയിക്കോട്ടെടോ, എന്റെ കാര്യങ്ങൾ ഞാൻ പറയണ്ടേ? എന്നെ കൊണ്ടാവുന്നതെല്ലാം എന്തായാലും ഞാൻ ചെയ്തിരിക്കും. അതുപോലെ നീ സമാധാനമായിട്ടിരിക്കുക. ഞാനെന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ. ഏറ്റവും നല്ല ഹോസ്പിറ്റലല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാഷ് എത്ര വേണമെങ്കിലും ചെലവായിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. ഞാൻ സാംബശിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് എവിടെ മരുന്നുണ്ടെങ്കിലും ഞാനത് കൊണ്ടുവന്നിരിക്കും. നീ സമാധാനപ്പെടുക. മുതലാളി കൂടെയുള്ളത് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. എന്തെങ്കിലും ചെയ്ത് എന്റെ മകനെ രക്ഷിക്കണം മുതലാളി. എന്റെ മകനെ രക്ഷിക്കണം മുതലാളി. കരയല്ലേ നന്ദീശ, സമാധാനമായിട്ടിരിക്കെ. നീ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാ? നമ്മൾ രണ്ടുപേരും എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരമല്ലേ? നോക്ക്, നീ ആദ്യം മധുമതിയെ സമാധാനിപ്പിക്കേ. നടക്ക. എന്റെ മകന്റെ അവസ്ഥ കണ്ടില്ലേ? അവനെ തന്നെ പാമ്പ് കടിച്ചില്ലേ? ഈ സങ്കടം ഞാൻ ആരോട് പറയാനാ? എന്റെ മോനൊന്നും വരുത്തല്ലേ. എനിക്ക് പേടിയാവും ഈശ്വരാ. ദൈവമേ. ആന്റി ഇങ്ങനെ കരയല്ലേ ആന്റി, പ്ലീസ് ഇങ്ങനെ കരയല്ലേ. തൃശ്ശൂരിലൊന്നും സംഭവിക്കില്ല. ആന്റി കണ്ടോ, അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആന്റി ധൈര്യമായിട്ടിരിക്കും, അവൻ അത്ര സീരിയസ് ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. തൃശ്ശൂരിലൊന്നും സംഭവിക്കില്ല. സാംബശിവ ഹോസ്പിറ്റൽ. സാംബശിവ.
ഹലോ. ഹലോ, സാംബശിവ ഹോസ്പിറ്റലാണോ? ആ അതെ. എനിക്ക് അർജന്റായിട്ട് തൃശ്ശൂർ എന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ വേണമായിരുന്നു. ആളുടെ അവസ്ഥ എന്താണെന്ന് പറയൂ. നിങ്ങൾ ആരാണ് അയാളുടെ? പരിചയമില്ലാത്തവരോട് ഞങ്ങൾ ഡീറ്റെയിൽസ് പറയാറില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവന്റെ വീട്ടുകാരെ ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ദയവേത് അവന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചതല്ലേ? അയ്യോ, അങ്ങനെയാണോ? പാവം. ഈ പാവം പാവം എന്നും പറഞ്ഞ ആളുകളോട് സഹതാപം കാണിക്കുന്നത് അങ്ങ് നിർത്ത്. ഞാൻ പറയുന്ന കേക്ക്. ആ തൃശ്ശൂരിന്റെ മരണം ഫിക്സ്. മകൻ മരിച്ചു കഴിഞ്ഞാ പിന്നെ അച്ഛന്റെ അമ്മയുടെ കാര്യം എന്താവും? അവൻ മരിച്ചുപോയ ദുഃഖത്തില് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കും. ആ സമയത്ത് ചേച്ചി ഒരു കാര്യം ചെയ്യണം. അവരെ ഇങ്ങോട്ട് വിളിച്ച് സമാധാനപ്പെടുത്തുന്ന രീതിയില് കാശിക്ക് തീർത്ഥയാത്രയ്ക്ക് പറഞ്ഞങ്ങ് വിടണം. അവരും ശരിയാണെന്ന് പറഞ്ഞങ്ങ് പൊക്കോളും. പോയിട്ട് പിന്നെന്ത് സംഭവിക്കാനാ? പോയാ പിന്നെ അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. അതെങ്ങനെയെന്നുള്ള കാര്യം ചേച്ചി ചോദിക്കണ്ട, ഞാൻ പറയേയില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ശാപങ്ങള് അവരെന്നേക്കുമായി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിന്ന് അർത്ഥം. എന്ന് വെച്ചാ ഒരു പ്രാവശ്യം ആ ഭാര്യയും ഭർത്താവും ഈ വീടിന്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോയിന്ന് വിചാരിച്ചോ, പിന്നെ ഒരു കാരണവശാലും അവരിങ്ങോട്ട് തിരിച്ചു വരില്ല. ഇനിയൊന്നും ചോദിക്കണ്ട. അവരുടെ ചാപ്റ്റർ അവസാനിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. അതല്ലടാ, ഈ സമയത്ത് എങ്ങനെയാ? അയ്യോ പാവം, മകൻ മരിച്ച വേദനയില് എന്തായാലും രണ്ടുപേരും കാശി അല്ലെങ്കിൽ കൈലാസം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും. അല്ലേ ചേച്ചി? നന്ദീശ സമാധാനായിട്ടിരിക്കും. നമ്മൾ ഇത്രയെല്ലാം ശ്രമിച്ച് തൃശ്ശൂരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? പക്ഷെ അത് സാധിച്ചില്ല. എന്താണെന്നറിയോ, ആ പാമ്പിന്റെ വിഷം വളരെ വീര്യമുള്ളതായിരുന്നു. അവൻ നമ്മളോട്ട് പോയെന്ന് സാമ്പ, ദിഗ്വിജയ്, പ്രൊസീജിയർ എല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ പോലീസ് കേസും മറ്റോ ഒക്കെ ആയിട്ട് വെറുതെ കോംപ്ലിക്കേഷൻ ആവും. എനിക്കറിയാടാ. എന്നാലും അവൻ എനിക്ക് എന്റെ മകനെ പോലെ ആയിരുന്നില്ലടാ. ഞങ്ങളെല്ലാവരും വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തന്നെ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാടാ. അപ്പൊ പിന്നെ നന്ദീശന്റെ കാര്യം പറയണം. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ സമാധാനമായിക്കോളും. അപ്പം നമുക്ക് പ്രൊസീജിയർ ഒക്കെ നടത്താം. പ്ലീസ്. ഓക്കെ, താങ്ക് യു. ചേച്ചി, പാമ്പ് കടിച്ച മുക്തി കിട്ടോ എന്തോ? എനിക്കും അത് തന്നെ അറിയേണ്ടത്. ഏയ് മതി, നിർത്ത്. എന്റെ മകനെ ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ലടാ. അവര് പാവങ്ങളല്ലേ ഗോവിന്ദ. ഓമനിച്ച് വളർത്തിയ മകൻ പെട്ടെന്ന് വിട്ടുപോയാ അതൊരിക്കലും താങ്ങാൻ കഴിയില്ല ഗോവിന്ദ. അയ്യോ അയ്യോ അയ്യോ, എന്താണ് ചേച്ചി ഇത്? ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ ഒരു നേരത്ത് ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചുകൊണ്ടിരുന്ന് എന്റെ ഉള്ള മൂടും കൂടി കളയുന്നത് എന്തിനാ? അവന്റെ കുഞ്ഞുനാള് മുതലേ നമ്മുടെ കൺമുമ്പിലല്ലേ ഓടിക്കളിച്ച് വളർന്നത്. മരിച്ചുപോയവരെ കുറിച്ച് ദോഷം പറയുന്നത് നല്ലതല്ല ഗോവിന്ദ. ശിവാനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോണ്ട. നമ്മൾ വന്ന കാര്യം മറന്ന് മറ്റൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കണ്ട. തെറ്റ് പറ്റിയത് എനിക്കാണ് നീലി. എനിക്കത് തിരുത്തിയേ മതിയാകും. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. നോക്കൂ, നീ പ്രയോഗിച്ച വിഷം തിരിച്ചെടുത്ത് അവന് ജീവൻ നൽകുക എന്ന കാര്യം അത്ര എളുപ്പമുള്ളതല്ല. അവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷം തിരിച്ചെടുക്കുന്ന കാര്യം സാധ്യമല്ല. അത് നിനക്കറിയില്ലേ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. തൃശ്ശൂരിൽ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ പോണം. നീ ഇങ്ങനെ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ശരി, നിന്റെ ഇഷ്ടം. പൊയ്ക്കോ, പ്രശ്നമില്ല. പക്ഷേ
പൊന്നുമോൻ എന്നെ വിട്ടു പോയല്ലോ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ നോക്കി വളർത്തിയതായി എന്നെ വിട്ടു പോയല്ലോ. ഇങ്ങനെ കരയില്ലമ്മ. തൃശ്ശൂർ എനിക്ക് എന്റെ കൂടപ്പറപ്പ് പോലെയായിരുന്നു. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കാരണം നിനക്ക് നിന്റെ ജീവൻ നഷ്ടമായില്ലേ? എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ കൊന്നു കളഞ്ഞില്ലേ? ഇല്ല, ഈ പാപം എന്നെ ഒടുക്കം വരെ വേട്ടയാടും. എന്തെങ്കിലും ചെയ്ത് ഞാൻ നിന്നെ ജീവിപ്പിക്കും തൃശൂൽ. ഞാൻ നിനക്ക് ജീവൻ തിരിച്ചു തരും. ഡോക്ടർ, പോസ്റ്റ്മോർട്ടം എപ്പോഴാ ചെയ്യുന്നത്? നിങ്ങളല്ലേ ചെയ്യേണ്ടത്? എനിക്ക് ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? നോക്കൂ ശിവാനി, അവന്റെ ആത്മാവ് ദേഹം വിടിഞ്ഞ് പുറത്തു കടന്ന ശേഷം അതിനെ വീണ്ടെടുക്കുക എന്നത് സാധ്യമേ അല്ല. നിന്റെ പ്രയത്നം വിഫലമാണ്. ഇപ്പോൾ തന്നെ അവിടെ നിന്നും പോവുക. ഗുരുദേവൻ പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ശിവാനി. നമ്മൾ ഇവിടെ നിന്നാൽ പ്രശ്നമാവും. തൃശൂൽ മരിച്ചെന്ന് ഉറപ്പായില്ലേ? നടക്ക്, നമുക്ക് ഇവിടുന്ന് പോവാം. ശിവാനി ഒന്ന് വാ. ശിവാനി വാ, പോവാം. എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ആയുസ് തീർന്നു, മരിച്ചുപോയി. നോക്ക്, ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ആലോചിക്കാം. എന്നാലും ഞാൻ കാരണം ഒരു ജീവൻ നഷ്ടമായില്ലേ നീലി? അവനെ ഭൂമിയിൽ നിന്ന് തന്നെ പോയില്ലേ? എന്റെ എടുത്ത ചാട്ടമാണ് അവന്റെ ജീവൻ എടുത്തത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. അവൻ ജീവിതത്തിൽ എത്ര സന്തോഷത്തിലായിരുന്നു. ഞാൻ ചെയ്ത പാപത്തിനൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നീലി. എന്ത് പ്രായശ്ചിത്തം? ഞാനൊരു കഥ പറയാതെ കേൾക്ക്. ഞാനേ മരിച്ചെന്ന് കരുതിയേ ഹോസ്പിറ്റലിലെ മോർച്ചറിയില് ശവങ്ങൾക്കിടയിൽ കൊണ്ടെന്നെ കിടത്തി. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ എന്റെ ചുറ്റും ശവങ്ങൾ മാത്രം. ഞാൻ ആകെ പേടിച്ചു പോയി മാഡം. കടയെന്ന് പറഞ്ഞാൽ ഞാൻ വിറച്ചിട്ടുണ്ടല്ലോ. എന്റെ ഹൃദയം കിടന്ന് പടപടാന്നിടിക്കായിരുന്നു. എന്റെ അമ്മോ, അറ്റാക്ക് വരാണ്ടിരുന്നത് ഭാഗ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കണ്ടം വഴി ഇറങ്ങി അങ്ങ് ഓടി. രക്ഷപ്പെട്ടു. ഒന്ന് ഇരിക്കാം, അപ്പൊ എല്ലാം ശരിയാവും. നോ പ്രോബ്ലം. അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണോ വന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിങ്ങൾ എന്നെ കാണാൻ വന്നായിരുന്നു. എന്നെ മരിക്കാൻ വിടില്ല, ജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഓർമ്മയില്ലേ? എന്തു പറ്റി മാഡം, അതൊക്കെ മറന്നോ? നിങ്ങൾ എന്നെ കാണാൻ വന്നത് ഞാനുണ്ടല്ലോ, ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ടെന്നേ. നോക്ക്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. എല്ലാം നിന്റെ തോന്നലാ. കാര്യം ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതാ വരാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കും. ഇപ്പൊ ദയവ് ചെയ്ത് വീട്ടിലേക്ക് പോ. എല്ലാരും അവിടെ വിഷമിച്ചിരിക്കായിരിക്കും. ശരി, വിട്ടേക്ക്. ഞാനെന്തായാലും പൊക്കോളാം. പക്ഷെ എന്നോട് ഇങ്ങനെ നോണ പറയാൻ നിൽക്കരുത്. എനിക്ക് ജന്മം തന്ന എന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവരും പ്രധാനം തന്നെയാ. പക്ഷെ എന്റെ ജീവൻ രക്ഷിച്ച് നിങ്ങളുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടതാ. ശരി, വിട്ടേക്ക്. ബൈ.
ഞാൻ പോവാണേ. ഏയ് അല്ലല്ലല്ലല്ല, ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ചത്താലും ഉയർത്തെഴുന്നേൽക്കുന്ന ജന്മ മേഡം എന്റെ. അത്ര പെട്ടെന്നൊന്നും വിട്ടിട്ട് പോവില്ല. ഇനി എന്ത് ചെയ്യും മുതലാളി? എന്റെ പൊന്നു മോനെ ദൈവം നേരത്തെ അങ്ങ് വിളിച്ചല്ലോ മുതലാളി. അവനില്ലാതെ ഞങ്ങളുടെ ജീവിതം ഇനി എന്തിനാ മുതലാളി? അറ്റ്ലീസ്റ്റ് തൃശ്ശൂരിന്റെ ബോഡി എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടിയ. അവന്റെ അന്തിമ കർമ്മങ്ങളെങ്കിലും നമുക്ക് ചെയ്യായിരുന്നു. ശരിയാളിയാ, അവസാനമായിട്ട് അവന്റെ മുഖം പോലും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. വളരെ ശ്രദ്ധാലുവായിരിക്കും. ഇതെന്തൊരു പരീക്ഷണമാണ് ഗുരുദേവ. ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ശ്രമത്തിനിടയിൽ എത്ര വിഘ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ആ, ഇനിയൊരു കാര്യം. പഞ്ചാംഗപ്രകാരം ഇന്നേക്ക് നാഗമാണിക്യം കളവ് പോയിട്ട് 23 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. നമുക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇനി 1 വർഷം കൂടി മാത്രം. ആ സമയത്തിനുള്ളിൽ നാം നാഗമാണിക്യം കണ്ടെത്തിയ തീരു ശിവാനി. ശരി ഗുരുദേവ, ഞാൻ ഏറ്റെടുത്ത കാര്യത്തിൽ വിജയം കൈവരിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ആശീർവദിച്ചാലും. വിജയീ ഭവ. എങ്ങനെയാ സംഭവിച്ചേ? നമ്മുടെ മകൻ മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ തിരിച്ചു വന്നു, അതാ സത്യം. അതില് സന്തോഷിക്കുന്നതിന് പകരം വേറെ എന്തൊക്കെയാ ഈ ആലോചിച്ചു കൂട്ടുന്നത്? അതെ, ചില കാര്യങ്ങളെ ചൂഴ്ന്നു നോക്കാൻ പോവരുത്. ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കണം. എങ്ങോട്ടാ ഇപ്പോ? അത് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ആരിത്? ശിവാനിയോ? കൊറേ നാളായല്ലോ കണ്ടിട്ട്. സുഖമാണോ മോളെ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു അമ്മ. അമ്മയ്ക്ക് സുഖമാണ്? എനിക്ക് സുഖം തന്നെ. സോറി മോളെ, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ മോനെ എനിക്ക് ജീവനോടെ തിരിച്ചു കിട്ടി. അവനൊന്നും വരുത്തിയില്ലെങ്കിൽ ശത്രുസംഹാര പൂജ ചെയ്യാന്ന് നേർന്നിരുന്നു. അതിനാ വന്നത്. ഇവിടെ വന്ന് പൂജയൊക്കെ തൊഴുതു പോയാല് മനസ്സിനൊരു സുഖം കിട്ടുമല്ലോ, അതിനും കൂടിയാ വന്നത്. എന്തായാലും നന്നായി, മോളെയും കാണാൻ പറ്റിയല്ലോ. നീയും വാ, എന്റെ കൂടെ വന്ന് വിളക്ക് തെളിക്ക. ശരി അമ്മേ. എല്ലാം റെഡിയായി. ഇനി ദീപം തെളിയിച്ചാൽ മാത്രം മതി. അയ്യോ, തീപ്പെട്ടി എടുക്കുന്ന കാര്യം മറന്നുപോയി. നീ ഇവിടെ തന്നെ ഇരിക്ക, ഞാൻ പോയി എടുത്തിട്ട് വരാം.